ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തനായ ഇംഗ്ലീഷ് റൈറ്റർ ഒ ഹെൻറി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറി ദ ഗിഫ്റ്റ് ഓഫ് ദി മാഗി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെല്ല ആൻഡ് ജിം, ഇവരാണ് ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ, ഡെല്ലയും ജിമ്മും. ഡെല്ലയെ പറ്റി പറയുകയാണെങ്കിൽ, ഡെല്ല എന്ന് പറയുന്നത് ജിമ്മിൻ്റെ ഭാര്യയാണ്. അവളാണെങ്കിലോ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു സ്മാർട്ടായ ഗേളാണ്. വളരെയധികം കഠിനമായി അധ്വാനിക്കാൻ മനസ്സുള്ള ഒരു സ്ത്രീയാണവൾ. തെരുവ് കച്ചവടക്കാരിൽ നിന്നും മറ്റുമായി അവളാൽ കഴിയുന്ന രീതിയിൽ അവൾ പണം സ്വരൂപിക്കുന്ന ശീലം ഡെല്ലയ്ക്കുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അവളുടെ നീണ്ട മുടിയാണ് അവളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ജിമ്മിന് ആ മുടി വളരെയധികം ഇഷ്ടമാണ്. ഇനി ജിമ്മിൻ്റെ സവിശേഷതകൾ നോക്കാം. ജിമ്മിനെ പറ്റി പറയുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, $20 മാത്രം ദിനേന വേതനമുള്ള ഒരു മനുഷ്യൻ. അവൻ ഡെല്ലയെ വളരെയധികം സ്നേഹിക്കുന്നു. താനൊരു പാവപ്പെട്ട കുടുംബക്കാരനാണെങ്കിലും തൻ്റെ കയ്യിലുള്ള വിലയേറിയ ആ വാച്ച് അയൽവാസികളെയും മറ്റുള്ളവരെയും കാണിച്ച് പ്രൗഢി നടിക്കുന്ന ഒരു ശീലം ജിമ്മിനുണ്ടായിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് ഈവനിങ്ങിലാണ്. ഡെല്ല ചിന്തിക്കുകയാണ്, നാളെ ക്രിസ്മസ് ആണ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ എന്ത് സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് ഡെല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണല്ലോ ക്രിസ്മസ്. ഡെല്ല തൻ്റെ കയ്യിലുള്ള പണം സ്വരൂപിച്ചുകൊണ്ട്, ആ തുച്ഛമായ പണം സ്വരൂപിച്ചുകൊണ്ട് നേരെ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. ആ ഷോപ്പിൽ പോയിട്ട് അവിടെ ഡെല്ല തൻ്റെ ഭർത്താവിൻ്റെ വാച്ചിൽ കൊളുത്താൻ പറ്റിയ ഒരു അടിപൊളി കീ ചെയിൻ കാണുകയാണ്. ഇത് കണ്ട് ഡെല്ല അതിൻ്റെ വില ചോദിക്കുകയും അത് വളരെയധികം ഉയർന്ന വിലയാണുള്ളത്. തൻ്റെ കയ്യിലുള്ള പണം അതിന് തികയില്ലെന്ന് ഡെല്ലയ്ക്ക് ഉറപ്പുവരികയാണ്. അങ്ങനെ ഡെല്ല അവിടെ നിന്നും തിരിച്ചു വരുന്നതിനിടയിൽ സാഫ്രോൺ എന്നു പേരുള്ള ഒരു വിഗ് മേക്കറെ കണ്ടുമുട്ടുകയാണ്. അവിടെ ചെന്ന് അവളുടെ വിലയേറിയ അവളുടെ ആ നീണ്ട മുടി മുറിച്ച് $20 പകരമായിട്ട് വാങ്ങുകയാണ്. ഈ $20 കൂടി കൂട്ടിയിട്ട് ആ കീ ചെയിൻ വാങ്ങാൻ വേണ്ടി ഡെല്ല ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഡെല്ല തൻ്റെ ഭർത്താവിൻ്റെ വാച്ചിൽ അണയാൻ പറ്റിയ ഒരു നല്ല കീ ചെയിൻ നോക്കി വാങ്ങിക്കൊണ്ട് വളരെ ധൃതിയിൽ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുകയാണ്. അസമയത്താണ് ജിമ്മ് അവിടേക്ക് കടന്നു വരുന്നത്. വീടിൻ്റെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ഡെല്ലയുടെ മുഖം കണ്ട് ജിമ്മാകെ സങ്കടത്തിലാവുകയാണ്. കാരണം അവളുടെ തലയിൽ ആ നീണ്ട മുടി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഡെല്ല പറയുകയാണ്, സാരമില്ല, മുടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിച്ചെങ്കിലും അയാൾ സങ്കടത്തിൽ തന്നെയാണ്. കാരണം ചോദിച്ചപ്പോൾ ജിമ്മ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയത് ഒരു ആമത്തോലിൽ ഉണ്ടാക്കിയ ഒരു ചീപ്പാകുന്നു, ഒരു മുടി ചീകാനുള്ള കോമ്പാകുന്നു. ആ കോമ്പ് വാങ്ങിയത് തന്നെ സുന്ദരിയായ തൻ്റെ ഭാര്യയ്ക്ക് ആ നീണ്ട മുടികൾ ചീകാനാണ്. അത്രത്തോളം വില വരുന്ന ആ ഒരു ചീർപ്പ് കൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഉപകാരമില്ലെന്ന് ജിമ്മ് ഡെല്ലയോട് പറയുന്നു. ഡെല്ല ജിമ്മിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടുന്നു. താൻ തൻ്റെ ഭർത്താവിന് വേണ്ടി വാങ്ങിയ ആ കീ ചെയിൻ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഡെല്ല ആ കീ ചെയിനുമായി പുറത്തേട്ട് വന്ന് ആ കീ ചെയിൻ എടുത്ത് ഭർത്താവിനെ കാണിക്കുന്നു. അപ്പോഴും ഭർത്താവിൻ്റെ മുഖം സങ്കടത്തിൽ തന്നെയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, എന്തേ എൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ജിമ്മ് പറയുന്നു, ഞാൻ നിനക്ക് കോമ്പ് വാങ്ങാൻ വേണ്ടി എൻ്റെ ആ വിലയേറിയ വാച്ച് എനിക്ക് വിൽക്കേണ്ടി വന്നു. ആ ഒരു പണം കൊണ്ടാണ് ഞാൻ നിനക്ക് ആ കോമ്പ് വാങ്ങിയത്. അത്രത്തോളം അവരുടെ ആ സ്നേഹത്തിന് പുറത്ത് അവർ വാങ്ങിയ ആ ഗിഫ്റ്റ് രണ്ടുപേർക്കും യാതൊരു ഉപകാരവും ചെയ്യാതെ പോകുന്ന അവസ്ഥയാണ്. അത്രത്തോളം അവർ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഭൗതികത നിറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കഥ ഒരു ഫൂളിഷ്നെസ്സായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അഗാധമായ പ്രേമത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇവിടെ ഗിഫ്റ്റ് ഓഫ് ദി മാഗി എന്ന കഥയിലൂടെ ജിമ്മും ഡെല്ലയും വിവരിക്കുന്നത്. അങ്ങനെ ഹെൻറി എഴുതിയ ഗിഫ്റ്റ് ഓഫ് ദി മാഗി എന്ന് പറയുന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.